കോഴിക്കോട് കുന്നമംഗലം കാരന്തൂരിൽ ഹോട്ടലിന് നേരെ ആക്രമണം. ഗ്ലാസ് തകർന്ന് ഭക്ഷണം കഴിക്കാനെത്തിയ 2 പേർക്ക് പരിക്ക്. കുഴിമന്തിയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. എറിഞ്ഞ് തിരിച്ചു അങ്ങോട്ട് പോയിരുന്നു. നീല ഷർട്ട് താടിക്കാരനാണ് കണ്ടത്. വീട്ടിൽ 2 പേരുണ്ടായിരുന്നു. വീട്ടിൽ ഇപ്പോൾ നമ്മളെ പീടികയിൽ കസ്റ്റമർ ഉണ്ടായിരുന്നു. 2-3 കുട്ടികൾക്ക് പരിക്കും പറ്റി. ഗ്ലാസ്സൊക്കെ മുഖത്തും തലയിലൊക്കെ പറ്റിയിരുന്നു. ഉടനെ ഞാൻ പോലീസിനെ വിവരം അറിയിച്ചു. പിന്നെ നമ്മളെ ബോസിനെ നമ്മളെ അറിയിച്ച വിവരം അങ്ങനെ സംസാരിച്ചു കൊടുക്കുക. ഷഹദ് റുമാനുണ്ട് വിവരങ്ങളുമായി. ഷഹദ്, ഈ അക്രമികൾ ആരാണ് ഷഹദ്? ഉന്മേഷ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നതേയുള്ളൂ. പോലീസ് എന്തായാലും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. 3 യുവാക്കൾ ഈ ഹോട്ടലിൽ കയറി വരികയായിരുന്നു. വന്നിട്ട് 100 രൂപയ്ക്ക് 3 പേർക്ക് കഴിക്കാനുള്ള കുഴിമന്തി വേണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ അത് സാധിക്കുകയില്ല എന്ന് ഹോട്ടൽ ഉടമകൾ ഈ യുവാക്കളെ അറിയിക്കുന്നു. തുടർന്ന് ഇവർ ഹോട്ടലിൽ വെച്ച് തന്നെ ഹോട്ടൽ ജീവനക്കാരോട് വാക്കേറ്റം നടത്തുന്നു. പിന്നീട് ഇവർ ഇവിടുന്ന് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. തൊട്ടുപുറകെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ ഈ സംഭവം നടന്നത്, അതായത് കല്ലെറിഞ്ഞ് ഗ്ലാസ് പൊട്ടിച്ചതിന് ശേഷം ഈ യുവാക്കൾ ഓടി ഒളിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ഇവർ ആരാണ്, അല്ലെങ്കിൽ ഇവരുടെ മറ്റു വിശദാംശങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. എന്നാൽ അതേ സമയത്ത് ഈ ഹോട്ടലിൽ ആ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന 2 പേർക്ക് ഈ കല്ലേറിൽ പരിക്ക് പറ്റി എന്നുള്ളതാണ്. എളേറ്റിൽ വട്ടോളി നൌഷിത, അതുപോലെ തന്നെ മകൾ എസ എന്ന് പറയുന്ന 2 പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടുത്തെ CCTV ഉൾപ്പെടെ പരിശോധിച്ച് ഇതാരാണ് കുറ്റക്കാരി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. ശരി, ഷഹദ് റുമാനാണ് വിവരങ്ങൾ നൽകിയത്.